സോ ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വർക്ക് ഡെപ്ഷൻ അതായത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ അതുപോലെ വെച്ചിട്ട് ഒരു സാധനം സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇത് മെയിനായിട്ട് എന്റെ ഭാഗത്താണ് ആപ്ലിക്കേഷന്റെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറ്. ബട്ട് എം എൽ എ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഗിവൺ ഡാറ്റ അതായത് എക്സ് വൺ വാല്യൂസ് ഉണ്ട് 0.05 0.10. നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഒരു ഫിഗർ വരയ്ക്കാൻ നമുക്ക് പഠിക്കണം. ഫിഗർ വയ്ക്കുകയാണെങ്കിൽ x1 x2 അതായത് ഇതിന് x1 ഇത് x2 അപ്പോൾ 0.05 0.10 ആണ് ഇത് x1 x2ന്റെ ഇൻപുട്ട്. അപ്പോൾ ടാർഗറ്റ് ഔട്ട്പുട്ട് എത്രയാണ് നമുക്ക് 0.01 ആണ് കിട്ടുന്നത്. റേറ്റ് ഈറ്റൻസ് 0.5 എന്നുണ്ട്. ഇനീഷ്യൽ വെയിറ്റ്സ് ആൻഡ് ബയസ് ആണ്. ഇപ്പോൾ W11 അതായത് ഇത് x1 അല്ലേ, x1 h1ക്ക് പോകുന്ന സാധനമാണ് എന്ത് W11 അതായത് 0.15. അതേപോലെ തന്നെ W21 അതായത് രണ്ടിൽ നിന്ന് ഒന്നിക്ക് എന്താണ് ഈ സംഭവം അതാണ് 0.20. അത് കഴിഞ്ഞിട്ട് വണ്ണിൽ നിന്ന് ടൂക്ക് W12 എന്ന് പറയുമ്പോൾ വണ്ണിൽ നിന്ന് ടൂയിലേക്ക്. അപ്പോൾ ഈ സംഭവം ഈ ഒരു വര 0.25 ആൻഡ് W22 എന്ന് പറയുമ്പോൾ രണ്ടിൽ നിന്ന് രണ്ടിലേക്ക് 0.30. പിന്നെ ബയാസ് BH1 എന്നുണ്ട് H2 എന്നുണ്ട്. H1 0.35 പിന്നെ H2 0.35. അതേപോലെ തന്നെ V1ഉം V2ന്റെ വെയിറ്റ്സ് അതായത് V1 എന്ന് പറയുമ്പോൾ 0.40 ഇവിടെ, V2 എന്ന് പറയുമ്പോൾ 0.45 ഇവിടെ ആൻഡ് B0 is equal to 0.60. ഓക്കെ, നമ്മളിവിടെ x1 അതായത് V1 0.40 ഇവിടെ 0.45 ഉണ്ട് ആൻഡ് ഫോർവേഡ് ഓപ്പറേഷൻ തുടങ്ങും. ഫോർവേഡ് ഓപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ ഇൻപുട്ടിൽ ഹിഡൻ ഡയറക്ഷൻ പോലെയാണ്. അപ്പോൾ Z in1 എന്ന് നോക്കുമ്പോൾ എന്താണ് 0.05 ഇൻറ്റു 0.15 പ്ലസ് 0.05 ഇൻറ്റു 0. അതായത് H1ക്ക് അതായത് ഹിഡൻ ലെയർ 1ക്ക് നമ്മൾ വരുമ്പോൾ എന്തൊക്കെ നോക്കണ്ടേ, എന്തൊക്കെ സാധനങ്ങൾ വരണം നോക്കാം. ഇവിടുന്ന് x1 ഇങ്ങോട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ x2 ഇങ്ങനെ വരുന്നുണ്ട്. സോ 0.05 അതായത് ഫസ്റ്റത്തെ ഇൻപുട്ട് 0.05 ഇൻറ്റു 0.15 പ്ലസ് 0.10 ഇൻറ്റു 0.20 പ്ലസ് ഇവിടുത്തെ ഈ ബയാസ് നമുക്ക് എത്ര കിട്ടി 0.3775 കിട്ടി. ആൻഡ് Z in2 എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ ഇൻപുട്ട് ഇതിന്റെ ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ എന്താണ് 0.05 ഇൻറ്റു ഈ സംഭവം 0.25 പ്ലസ് 0.10 ഇൻറ്റു 0.30 പ്ലസ് 0.35 0.3925 കിട്ടി. ഇനി നമ്മൾ സിഗ്മോയുടെ അറ്റേഷൻ ഫംഗ്ഷൻ കിട്ടും. Z1 കിട്ടി 1/1 പ്ലസ് e റേസ് ടു മൈനസ് Z in1. e റേസ് ടു മൈനസ് Z1 എന്ന് പറയുമ്പോൾ e റേസ് ടു മൈനസ് 0.3775 നമുക്ക് 0.59327 കിട്ടി. അതേപോലെ തന്നെ ഇവിടെ 0.59688 കിട്ടി. ഇവിടുത്തെ വാല്യൂസ് എത്ര കിട്ടി? ഇവിടുത്തെ വാല്യൂസ് ആയിട്ടുള്ള ഈ H1ന്റെയും H2ന്റെയും വാല്യൂസ് ആയിട്ടുള്ള 0.59688 കിട്ടി. ഇവിടെ സോറി 59327 കിട്ടി, 0.59688 കിട്ടി. നമ്മൾ ഈ വാല്യൂസ് വെച്ചിട്ട് ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് ലെയറിന്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്തു. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ് 0.59327 ഇൻറ്റു ഈ VJK എന്ന് പറയുമ്പോൾ 0.40 പ്ലസ് H2ന്റെ വാല്യൂ എത്രയാണ്? H2ന്റെ വാല്യൂ 0.59688 ഇൻറ്റു 0.45 പ്ലസ് നമ്മുടെ എന്ത് ഈ ബയാസ് ടൈമും കൂടി ഉണ്ട് കേട്ടോ 0.60. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടും? 1.1059. അപ്പൊ നമുക്ക് ഈ സംഭവം അതായത് വൈയിൽ നമ്മൾ വൈക്ക് ഇട്ടുകൊടുത്തു, അതായത് സിഗ്മോയുടെ ഇക്വേഷൻ 1/1 പ്ലസ് e റേസ് ടു മൈനസ് 1.1059 നമുക്ക് എത്ര കിട്ടി? 0.75136 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പ്രൊജക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടി. ഇതുവരെയാണ് നമ്മൾ എന്ത് ഫോർവേഡ് പ്രൊപ്പഗേഷൻ പറഞ്ഞില്ല. ഇത് എറർ കാൽക്കുലേഷൻ ആണ്. എറർ കാൽക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ടി മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. ടി മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്താണ്? 1/2 ഇൻറ്റു ടി എന്താണ്? 0.01 മൈനസ് 0.75136. അപ്പോൾ എത്ര കിട്ടി? 0.2748 കിട്ടി. ഇതാണ് നമ്മുടെ ഒരു ബേസിക് എറർ എന്ന് വെച്ചാൽ. അപ്പൊ ഈ എറർ കുറയ്ക്കാനാണ് നമ്മൾ എന്ത് മെയിൻ ഒബ്ജക്റ്റീവ്. നമ്മൾ എന്ത് ബാപ്രിഫിക്കേഷൻ ചെയ്തു. ബാപ്രിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിലെ ഡാറ്റ നമ്മൾ ക്ലിയർ ചെയ്യും. ഔട്ട്പുട്ടിലെ ഡാറ്റ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നത് നമ്മളുള്ള
വെയിറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഡെൽറ്റയാണ് എന്ത് ഔട്ട്പുട്ട് ലെയർ ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ ഔട്ട്പുട്ട് ഈക്വൽ ടു ടി മൈനസ് വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് വൈ എന്നല്ല നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ടി മൈനസ് വൈ ഇൻറ്റു വൈ ഇൻറ്റു 1 മൈനസ് വൈ. അപ്പോൾ എന്താണ് 0.01 അതാണ് നമ്മുടെ ടാർഗറ്റ്. നമ്മൾ ടാർഗറ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ് ഈക്വൽ 0.01 മൈനസ് നമ്മളെന്ത് വൈ എത്രയാണ് കിട്ടിയത് നമുക്ക് 0.75136 ഇൻറ്റു 0.75136 ഇൻറ്റു 1 മൈനസ് 0.75136 അതായത് 0.2464. ഇതിന് എത്ര കിട്ടും വാല്യൂ മൈനസ് 0.1385 കിട്ടും. ഹിഡൻ ലെയർ ഡെൽറ്റ ആക്ടിവേറ്റ് ചെയ്യണം. ഹിഡൻ ലെയർ ഡെൽറ്റ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യും? Z1 ഇൻറ്റു 1 മൈനസ് Z1 ഇൻറ്റു ഡെൽറ്റ ഔട്ട്പുട്ട് ഓഫ് വി എൻ. നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ ഡെൽറ്റ അതായത് ഇവിടെ 2 ഡെൽറ്റ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഔട്ട്പുട്ടിന് ഒരു ഡെൽറ്റയും ഹിഡൻ ലെയറിന് 2 ഡെൽറ്റയാണ് ഉണ്ടാവാറ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ലെയർ ആകെ ഒരെണ്ണാണല്ലോ, പക്ഷെ ഹിഡൻ ലെയർ എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ 2 ഡെൽറ്റ വരുന്നു. അതാണ് നമ്മൾ എന്ത് ഡെൽറ്റ H1ഉം ഡെൽറ്റ H2ഉം കാൽക്കുലേറ്റ് ചെയ്യണം. ഡെൽറ്റ H1 എന്ന് പറയുമ്പോൾ Z1 ഇൻറ്റു 1 മൈനസ് Z1 ഇൻറ്റു ഡെൽറ്റ ഔട്ട്പുട്ട് ഓഫ് V1, അതായത് ആ ഹിഡൻ ലെയറും ഔട്ട്പുട്ട് ലെയറും നമ്മൾ വെയിറ്റ്. അതേപോലെ തന്നെ ഡെൽറ്റ H2 എന്ന് പറയുമ്പോൾ Z2 ഇൻറ്റു 1 മൈനസ് Z2 ഇൻറ്റു ഹിഡൻ ലെയർ ഓഫ് ഔട്ട്പുട്ട് ഓഫ് V2. ആൻഡ് ഡെൽറ്റ H1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Z1ന്റെ വാല്യൂ എത്രയാണ്? 0.59327 ഇൻറ്റു 1 മൈനസ് 0.5936 എന്ന് പറയുമ്പോൾ 0.40673 ഇൻറ്റു ഡെൽറ്റ ഔട്ട്പുട്ട് എത്രയാണ് വാല്യൂ വരുന്നത്? 0.1385 ഇൻറ്റു നമ്മുടെ V1ന്റെ വാല്യൂ എത്ര വരുന്നത്? V1ന്റെ വാല്യൂ 0.40. അപ്പൊ നമ്മളോട് അതായത് നമ്മള് ഡെൽറ്റ H1 കാൽക്കുലേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഡെൽറ്റ H2 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. ഡെൽറ്റ H2 എന്ന് പറയുമ്പോൾ എന്താണ് Z2 ഇൻറ്റു 1 മൈനസ് Z2 ഇൻറ്റു ഡെൽറ്റ ഔട്ട്പുട്ട് ഓഫ് V2. നമുക്ക് ഇങ്ങനെ ഡെൽറ്റ H1 കിട്ടി, ഡെൽറ്റ H2 കിട്ടി. നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യും. വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഡെൽറ്റ, അതായത് ഓൾഡ് വെയിറ്റ് പ്ലസ് ഡെൽറ്റ V1 നമ്മൾ ചെയ്യാറ്. ഡെൽറ്റ V1 ഇക്വേഷൻ എന്തായിരുന്നു? ഈറ്റ ഇൻറ്റു ഡെൽറ്റ ഔട്ട്പുട്ട് Z1. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഈറ്റയുടെ വാല്യൂ എത്രയാണ്? 0.5 ഇൻറ്റു എറർ റേറ്റ്, അതായത് ഇവിടെ ഡെൽറ്റ എറർ റേറ്റ് എത്രയായിരുന്നു? മൈനസ് 0.1385 ഇൻറ്റു ഏതാണോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണേ അതാണ് ഇവിടെ ജെ ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഇവിടെ ഡെൽറ്റ V1 നോക്കുകയാണെങ്കിൽ Z1 ആണ് നമ്മൾ ചെയ്യേണ്ടത്. V1 ആകുമ്പോൾ Z1. അപ്പൊ നമുക്ക് 0.59327 നമുക്ക് എന്ത് കിട്ടി? മൈനസ് 0.4107 കിട്ടി. അതേപോലെ ഡെൽറ്റ V2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ V2ന്റെ ഇതാണ് ചെയ്യേണ്ടത്, അതായത് Z2ന്റെ ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ Z1 ചെയ്തു, ഇവിടെ Z2 ചെയ്തു. ഇത്ര ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഡെൽറ്റ V1 കിട്ടി, ഡെൽറ്റ V2 കിട്ടി. V1 ന്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? V1 ഓൾഡ് പ്ലസ് ഡെൽറ്റ V1. ഡെൽറ്റ V1 എത്ര വരുന്നത്? മൈനസ് 0.04107. നമുക്ക് എന്ത് കിട്ടി? V1 ന്യൂ കിട്ടി 0.35893. ഇവിടെ V2 ന്യൂ എത്ര കിട്ടി? 0.40865. ബയാസും നമ്മൾ അങ്ങനെ ചെയ്തു. ബയാസ് എന്ന് പറയുമ്പോൾ ഓൾഡ് ബയാസ് പ്ലസ് നമ്മുടെ വെയിറ്റ് അപ്ഡേഷൻ, അതായത് ഈറ്റ ഇൻറ്റു ഡെൽറ്റ ഔട്ട്പുട്ട്. അപ്പോൾ 0.53075 കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്തു? ഹിഡൻ ലെയർക്ക് നമ്മൾ പോയി. ഹിഡൻ ലെയർക്ക് പോയി എന്താണ്? 4 എണ്ണം ഉണ്ട് ഇവിടെ. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ V1, ഡെൽറ്റ W11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈറ്റ ഇൻറ്റു ഡെൽറ്റ H1 ആണ് ഇവിടെ. അതായത് ഡെൽറ്റ H1ന്റെ ആവും, ഡെൽറ്റ H1ന്റെ ആണ്. അതേപോലെ തന്നെ നമ്മളെന്ത് ആദ്യത്തെ X1 എന്ത് കിട്ടി? 0.00033 കിട്ടി. W11 ന്യൂ എന്ന് പറയുന്നത് W11 ഓൾഡ് പ്ലസ് ഈ വാല്യൂ എന്ത് കിട്ടി? 0.14967 കിട്ടി. അതായത് ഈ സ്റ്റെപ്പ് തന്നെ നമ്മൾ എന്ത് 4 വട്ടം ചെയ്തു. 4 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഡെൽറ്റ W11 ചെയ്തു, അതേപോലെ ഡെൽറ്റ W12 ചെയ്തു, 21 ചെയ്തു, 22 ചെയ്തു. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് എന്ത്? 0.19933, 0.24963, 0.29924. പിന്നെ അതേപോലെ തന്നെ ബി ന്യൂ H1 കണ്ടുപിടിച്ചു, B2 H2 H2 ന്യൂ കണ്ടുപിടിച്ചു. അതായത് ഹിഡൻ ലെയേഴ്സ് രണ്ടും നമ്മളുള്ള ന്യൂ ബയാസ് വാല്യൂ എന്ന് കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ എന്ത് റിസൾട്ട് ആഫ്റ്റർ 1 എപ്പോക്ക്. അതായത് പുതിയ വെയിറ്റ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ആ വെയിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ആ എറർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ എറർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? വെയിറ്റ്സ് ആർ സ്ലൈറ്റ്ലി അപ്ഡേറ്റഡ് ടു റെഡ്യൂസ് ദ എറർ. ആഫ്റ്റർ മൾട്ടിപ്പിൾ എപ്പോക്സ്
ഈ കീപ് ഡിക്രീസിങ് ആൻഡ് ദ നെറ്റ് ഓഫ് ഔട്ട്പുട്ട് y ഗെറ്റ്സ് ക്ലോസർ ടു ദ ടാർഗറ്റ് t is equal to 0.01. നമുക്ക് ടാർഗറ്റ് വാല്യൂവിനോട് എത്രമാത്രം അടുത്തേക്ക് വരാൻ പറ്റുമോ അത്രയും മാത്രം നമ്മൾ എപ്പോക്ക് വേണം ചെയ്യാൻ. ബട്ട് ഒരു എപ്പോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5 to 6 minutes എന്തായാലും പോകും. 2 എപ്പോക്കാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ അത്രയും നേരം വേസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോഴാണ് ഈ MLന്റെ ഇതൊക്കെ ചോദിക്കാറുള്ളത്. ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നാണ് ഇത് പറയുന്നത്. ഇതോടെ നമ്മുടെ തേർഡ് മോഡ്യൂള് ഏകദേശം ക്ലോസ് ആയി. അതേപോലെ തന്നെ അടുത്ത വീഡിയോ നമുക്ക് ഫോർത്ത് മോഡ്യൂൾ ആയിട്ട് നമുക്ക് വരാവുന്നതാണ്.